നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വന്നപ്പം ഇതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ, കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ്മെൻറ്റിൽ ചെയ്യാൻ പറ്റും. അതായത് സാധനം മാറ്റി വരും. നിങ്ങൾക്ക് ഒരിക്കലും ഇത് റീഫണ്ട് ആക്കാനുള്ള ഓപ്ഷൻ ഇല്ല. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഓൺലൈനിൽ നിന്ന് സാധനം വാങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മെയിനായിട്ട് ഞാൻ ചർച്ച ചെയ്യുന്നത്. ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ആമസോണൊന്നും ഫ്ലിപ്കാർട്ടൊന്നും പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് പലർക്കും അറിയില്ല. പലരും ഇപ്പോഴും പർച്ചേസ് ചെയ്തിട്ട് സാധനം മാറി വരുന്നതും റിട്ടേൺ അയക്കാൻ ബുദ്ധിമുട്ടുന്നതും ക്യാഷ് പോവാറൊക്കെ ഉണ്ട്. അപ്പോൾ ഈ കാര്യത്തിൽ നിങ്ങൾ എക്സ്പെർട്ട് അല്ലാഞ്ഞിട്ട് മാത്രമാണ്. നമുക്ക് ട്രസ്റ്റ് ചെയ്ത് വാങ്ങാൻ പറ്റുന്ന 2 കമ്പനികളാണ് ആമസോൺ ആൻഡ് ഫ്ലിപ്കാർട്ട്. പിന്നെ വേറെ പല മീഷോ, സ്നാപ്ഡീൽ ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇത് ഒരിക്കലും ഞാൻ റെക്കമെൻഡ് ചെയ്യാറില്ല, ഞാനതിൽ നിന്ന് വാങ്ങാറുമില്ല. ഇലക്ട്രോണിക്സ് തുടങ്ങി ബാക്കി എല്ലാ പ്രൊഡക്ട്സും നമുക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ആമസോൺ ഓർ ഫ്ലിപ്കാർട്ട്. അതിൽ തന്നെ നമുക്ക് കുറച്ച് വില കുറഞ്ഞ ബെഡ്ഷീറ്റുകൾ, ക്ലോത്ത് ഐറ്റംസ്, ഇന്ത്യൻ പ്രൊഡക്ട്സുകൾ ഏറ്റവും വില കുറവുണ്ടാവുക ഫ്ലിപ്കാർട്ടിലാണ്. കാരണം ഫ്ലിപ്കാർട്ട് ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ആമസോൺ ആവട്ടെ USA അമേരിക്കൻ കമ്പനിയാണ് ആമസോണ്. അപ്പം നമുക്ക് ഈ ഇൻ്റർനാഷണൽ ലെവലിലുള്ള ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് വാങ്ങാൻ നല്ലത് ആമസോണാണ്. അപ്പോൾ ഈ 2 സൈറ്റുകളിൽ നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ഈ ഫോണ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും, ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ അടക്കം എല്ലാ സാധനങ്ങളും വാങ്ങാറുള്ളത് ആമസോണെന്നോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടെന്നോ ആണ്. ഓക്കെ, ഞാൻ ഇന്നേവരെ പറ്റിക്കപ്പെട്ടിട്ടില്ല. പറ്റിക്കപ്പെടുകയാണെങ്കിൽ അതിന് സൊല്യൂഷൻ ആമസോണോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ട് നമുക്ക് തരാറുണ്ട്. അപ്പോൾ ഈ 2 കമ്പനികൾ നമുക്ക് ട്രസ്റ്റ് ചെയ്യാം, 100% വിശ്വസിക്കാൻ പറ്റും. അതിൽ നമ്മൾ പറ്റിക്കപ്പെടാറുണ്ട്. അത് നിങ്ങൾക്ക് ആ കാര്യത്തിൽ നിങ്ങൾ എക്സ്പെർട്ട് അല്ലായിട്ട് മാത്രമാണ്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോയിലൂടെ ഞാൻ ചർച്ച ചെയ്യുന്നത് ആ കാര്യങ്ങളാണ്. അപ്പോൾ ആമസോണിനാവട്ടെ കസ്റ്റമർ കെയർ ഉണ്ട്, ഫ്ലിപ്കാർട്ടിനും കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്. നമുക്കതിൽ വിളിച്ചിട്ട് പരാതിപ്പെടാവുന്നതാണ്. 2ലും മലയാളം ലാംഗ്വേജ് സപ്പോർട്ടാണ്. ഫ്ലിപ്കാർട്ടിൽ ഫുൾ ടൈം മലയാളം സപ്പോർട്ട് കിട്ടുമെങ്കിലും ആമസോണിൽ പൊതുവേ രാത്രി സമയങ്ങളിൽ മലയാളം കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ്സ് അവൈലബിൾ ആവാറില്ല. ആ ടൈമിൽ നമുക്ക് ഇംഗ്ലീഷോ അല്ലെങ്കിൽ ഹിന്ദിയോ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 24 hours കസ്റ്റമർ കെയർ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഫ്ലിപ്കാർട്ടിൽ ആമസോണിലും 2ലും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കസ്റ്റമർ കെയർ നമ്പർ ഉണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് കസ്റ്റമർ സപ്പോർട്ട് ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫോൺ നമ്പർ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് ഇങ്ങോട്ട് കോൾ ബാക്ക് വരും. അപ്പോൾ അവരുടെ സമയത്തിനനുസരിച്ച് അവർ നമ്മളെ വിളിക്കും. നമ്മൾ തിരക്കിലാണെന്ന് ചോദിക്കും, തിരക്കിലല്ലെങ്കിൽ നമുക്കവിടെ സംസാരിക്കാം, നമ്മുടെ ഇഷ്യൂസ് സോൾവ് ആവും. ഓക്കെ, എനിക്ക് എത്രയോ തവണ അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആമസോണിൽ നിന്ന് ക്യാഷ് തിരിച്ച് കിട്ടിയിട്ടുണ്ട്, പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് പോസിറ്റീവ് മാത്രമേ പറയാനുള്ളൂ ആമസോണിനെ കുറിച്ചിട്ട്. ഫ്ലിപ്കാർട്ടിലും എനിക്ക് നെഗറ്റീവ് അനുഭവം ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിലും കസ്റ്റമർ സപ്പോർട്ട് ആമസോണിനേക്കാളും കുറച്ച് കുറവാണ് ഫ്ലിപ്കാർട്ടിൽ. എൻ്റെ അഭിപ്രായമാണ്, എതിരഭിപ്രായം ഉണ്ടാവും. എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ സപ്പോർട്ട് ആമസോണാണ്. ഫ്ലിപ്കാർട്ടിനും ഉണ്ട്, ആമസോണും ഉണ്ട്. അതിൽ ഏറ്റവും ബെസ്റ്റ് കമ്പാരിറ്റീവ്ലി ഒന്നിന് ഒരു മാർക്ക് ഹൈ കൊടുക്കുകയാണെങ്കിൽ ആമസോണാണ് ഞാൻ കൂടുതൽ മാർക്ക് കൊടുക്കുക. അപ്പോൾ ഇനി ഇതിൽ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ ആമസോൺ ആയാലും ഫ്ലിപ്കാർട്ട് ആയാലും ഇതിൽ അവരുടെ സ്വന്തം പ്രൊഡക്റ്റ് ഉണ്ട്. അതായത് ആമസോൺ ആണെങ്കിൽ ആമസോൺസ് ചോയ്സ്, അതുപോലെ പ്രൈം എന്നുള്ള ലോഗോ ഉണ്ടാവും, അല്ലെങ്കിൽ ഫുൾഫിൽഡ് എന്നുള്ള ലോഗോ ഉണ്ടാവും പ്രൈസിൻ്റെ അടുത്ത്. ഞാൻ കാണിച്ചു തരാം. അതുപോലെ ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ പ്ലസ് ഒന്നും എഫ് അഷ്യൂർഡ് എന്ന് കാണിക്കും. എഫ് അഷ്യൂർഡ് എന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ട് അഷ്യൂർഡ് എന്നാണ്. ആ പ്രൊഡക്റ്റിന് ഫ്ലിപ്കാർട്ട് നമുക്ക് ഉറപ്പ് തരുന്നുണ്ട് ഇത് ഒറിജിനൽ പ്രൊഡക്റ്റ് ആണെന്നുള്ളതും അതിൻ്റെ ഉത്തരവാദിത്വം ഫ്ലിപ്കാർട്ട് ഏറ്റെടുക്കും എന്നുള്ള അതിൻ്റെ അർത്ഥം. ആമസോൺ അതുപോലെ ആമസോൺ ഫുൾഫിൽഡ് എന്നുണ്ടാവും. അതും അവരുദ്ദേശിക്കുന്നത് അവരുടെ സ്വന്തം പ്രൊഡക്റ്റാണ്, അതിൻ്റെ ഉത്തരവാദിത്വം അവർ ഏറ്റെടുക്കുന്നതാണ്. ഈ ഫുൾഫിൽഡ് ലോഗോ ഇല്ലാത്ത പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്ന് ആമസോണിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല എന്നാണ് അവർ പറയുക. പക്ഷേ അവർ ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഈ ഫുൾഫിൽഡ് പ്രൊഡക്റ്റ് ഇല്ലാത്തത് നമുക്ക് റിട്ടേൺ അയക്കാനുള്ള ഓപ്ഷൻ കാണില്ല. അപ്പോൾ നമ്മൾ റിട്ടേൺ ഇല്ല എന്ന് കരുതി ആകെ ഷോക്കായി നിൽക്കും. അത്തരം സന്ദർഭത്തിൽ നമുക്ക് അവരുടെ കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്താൽ അവർ അതിനുള്ള സൊല്യൂഷൻ തരുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് ഫ്ലിപ്കാർട്ടിലും. അഷ്യൂർഡ് ലോഗോ ഇല്ലാത്ത പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, അത് തേർഡ് പാർട്ടി സെല്ലറാണ്. അപ്പോൾ ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമ്മുടെ ഈ അഷ്യൂർഡ് പ്രൊഡക്റ്റ്, ആമസോൺ ആണെങ്കിൽ ഫുൾഫിൽഡ്, ഫ്ലിപ്കാർട്ട് ആണെങ്കിൽ എഫ് അഷ്യൂർഡ്, ഇത്തരം പ്രൊഡക്റ്റ് വാങ്ങിയാൽ നമുക്ക് ധൈര്യമായിട്ട് റിട്ടേൺ ചെയ്യാൻ പറ്റും. പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇലക്ട്രോണിക് ഡിവൈസ്, ഫോർ എക്സാമ്പിൾ ഈ മൊബൈൽ ഫോൺ നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങി അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്കിത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നമുക്കിത് റിട്ടേൺ അയക്കാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഇത് അൺബോക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് യൂസ്ഡ് പ്രൊഡക്റ്റായി. യൂസ്ഡ് പ്രൊഡക്റ്റ് നിങ്ങൾക്കറിയാം, നിങ്ങൾ മൊബൈൽ ഷോപ്പിൽ പോയാൽ തന്നെ അവർ ബോക്സ് അൺബോക്സ് ചെയ്ത് കാണിച്ചു തരില്ല. മൊബൈൽ ഷോപ്പിൽ നിന്ന് അവരൊരു ഡമ്മി ഫോൺ കാണിച്ചു തരും, അല്ലെങ്കിൽ വേറെ അവർ ഓൾറെഡി ഉപയോഗിക്കുന്നൊരു ഫോൺ കാണിച്ചു തരും. ഒരിക്കലും പുതിയ ഫോൺ എടുത്തിട്ട് അവർ നമുക്ക് ഉപയോഗിക്കാൻ തരില്ല. കാരണം അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് യൂസ്ഡ് പ്രൊഡക്റ്റായി.
അതേ പ്രശ്നം തന്നെയാണ് ആമസോണിലായാലും ഫ്ലിപ്കാർട്ടിലായാലും ഒക്കെ ഉള്ളത്. ഇയർഫോൺ, ഇയർബഡ്, ഇലക്ട്രോണിക്സിൻ്റെ പൊതുവേ സ്മാർട്ട് വാച്ചസ് ഇത്തരം സാധനങ്ങൾ നമുക്ക് റിട്ടേൺ അടിച്ചിട്ട് നമുക്കത് വേണ്ടാന്ന് പറയാനുള്ള ഓപ്ഷൻ ഇല്ല. അത് ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. അത്തരം പ്രൊഡക്റ്റിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ടാവും റീപ്ലേസ്മെൻറ്റ് എന്നുണ്ടാവും. അതായത് ഈ ഫോൺ വാങ്ങി ഇത് കംപ്ലയിൻ്റ് ആണെങ്കിൽ എനിക്കിത് റീപ്ലേസ് ചെയ്യാം. അതായത് ഈ പ്രൊഡക്റ്റ് കമ്പനിയിലേക്ക് പോകും, തിരിച്ച് പുതിയ പ്രൊഡക്റ്റ് നമുക്ക് തരും. ഇപ്പോൾ പൊതുവെ ഫോണിനൊക്കെ സർവീസ് വാറൻറ്റിയാണ് വരുന്നത്. അതായത് ഈ ഫോൺ ഞാൻ വാങ്ങി അപ്പോൾ അത് കംപ്ലയിൻ്റ് ആണ്, വീട്ടിലെത്തി നോക്കിയപ്പോൾ നമുക്കിത് ആമസോണിലോ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലോ റിട്ടേൺ അയക്കാൻ പറ്റില്ല. അതിന് പകരം നമ്മൾ അതിൽ തന്നെ റിട്ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് നമ്മുടെ നിയർ ബൈ ഉള്ള സർവീസ് സെൻറ്ററിൽ നിന്ന് ആൾ വന്നിട്ട് ഈ ഫോൺ നോക്കും. നമ്മൾ വീട്ടിലേക്ക് വരും കേട്ടോ. വീട്ടിലേക്ക് വന്നിട്ട് നോക്കിയിട്ട് റിപ്പയർ ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ അവർ കസ്റ്റമർ കെയർ കോൺടാക്ട് ചെയ്ത് കമ്പനി വഴി അത് ഡയറക്റ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്ത് തരികയാണ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോണിക്സിന് നമുക്ക് റിട്ടേൺ ഉണ്ടാവില്ല. അതുപോലെ നമുക്ക് ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇപ്പോൾ ഈ ഡ്രസ്സ്, ഈ ഷർട്ട് നമുക്ക് വാങ്ങാം, ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങാം. എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്കിത് പറ്റിയിട്ടില്ല നമുക്ക് റിട്ടേൺ കൊടുക്കാം, നമുക്കിതിന് ക്യാഷ് റീഫണ്ട് ആവും. ഇത്തരം പ്രൊഡക്റ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ വന്ന് നോക്കിയിട്ട് വേണ്ടെങ്കിൽ ഇത് തിരിച്ചയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഫോണൊക്കെ നമുക്ക് ഒരിക്കലും അതിൽ സ്പെസിഫിക്കേഷൻസ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നീട് നമ്മളത് വേണ്ട എന്ന് പറയുകയാണെങ്കിൽ അതിനൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അത്തരം പ്രൊഡക്റ്റുകൾ റീപ്ലേസ്മെൻറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ, റിട്ടേൺ റീഫണ്ട് ഓപ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ റിട്ടേൺ റീഫണ്ട് ഓപ്ഷൻ കിട്ടാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. അത് കസ്റ്റമർ കെയറായിട്ട് കോൺടാക്ട് ചെയ്താൽ കിട്ടും, അല്ലെങ്കിൽ എനിക്കതിൻ്റെ സീക്രട്ട് അറിയാം. അപ്പോൾ അത് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് നിങ്ങൾക്ക് കമൻറ്റായിട്ട് എന്നോട് ചോദിക്കാവുന്നതാണ്, അല്ലെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ അതിനുള്ള ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം. റീപ്ലേസ്മെൻറ്റ് മാത്രം കാണിക്കുന്ന പ്രൊഡക്റ്റിന് എങ്ങനെ നമുക്കത് റീഫണ്ട് ആക്കാം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ റീപ്ലേസ്മെൻറ്റ് ഉണ്ട്, അതുപോലെ റിട്ടേൺ റീഫണ്ടും ഉണ്ട്. റിട്ടേൺ റീഫണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചു കൊടുക്കുക, അതിൻ്റെ ക്യാഷ് റീഫണ്ട് ആവും. റീപ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സാധനം മാറ്റി തരുള്ളൂ, നമുക്ക് ഒരിക്കലും ക്യാഷ് റീഫണ്ട് തരില്ല. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള മാറ്റം. അപ്പോൾ ഈ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും റിട്ടേൺ റീഫണ്ട് ഓപ്ഷൻ അവൈലബിൾ ആണ്. ചില പ്രത്യേക പ്രൊഡക്റ്റുകൾക്ക് അത് ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഫോൺ വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ആപ്പ് തുറന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ ആമസോണിൻ്റെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇതിപ്പോൾ ഞാനൊരു വാഷിംഗ് മെഷീൻ ജസ്റ്റ് സെർച്ച് ചെയ്തു. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ആമസോൺസ് ചോയ്സ്. ഇത്തരം പ്രൊഡക്റ്റ് നമുക്ക് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റും. പിന്നെ ഇതിൻ്റെ താഴെ നിങ്ങൾക്ക് കാണാം പ്രൈം. ഞാൻ ഓൾറെഡി പ്രൈം മെമ്പറാണ്. അപ്പോൾ ഈ പ്രൈം എന്നുള്ള ലോഗോ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് ആമസോണിൻ്റെ സ്വന്തം പ്രൊഡക്റ്റാണ്, വിശ്വസിച്ച് വാങ്ങാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇവിടെ വാറൻറ്റിൻ്റെ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ കണ്ടോ, ഇവിടെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം. ഫ്രീ ഡെലിവറി, 10 days റീപ്ലേസ്മെൻറ്റ്. ഞാൻ പറഞ്ഞു റീഫണ്ടും റീപ്ലേസ്മെൻറ്റും നോക്കണം എന്നുള്ളത്. ഈ വാഷിംഗ് മെഷീൻ ഒരിക്കലും നിങ്ങൾക്ക് റിട്ടേൺ റീഫണ്ട് കിട്ടില്ല, ഇത് റീപ്ലേസ്മെൻറ്റേ ഉണ്ടാവുള്ളൂ. റീപ്ലേസ്മെൻറ്റ് കൊടുക്കുന്നത് ബ്രാൻഡാണ്. 10 days റീപ്ലേസ്മെൻറ്റ് ബൈ ബ്രാൻഡ് എന്നാണ്. LGയുടെ 7 kg വാഷിംഗ് മെഷീനാണ്, ഫുള്ളി ഓട്ടോമാറ്റിക്. ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങി നിങ്ങൾക്ക് വീട്ടിലെത്തിയപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അത് മാറ്റിയിട്ട് വേറെ വാങ്ങാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതിനെന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 10 days റീപ്ലേസ്മെൻറ്റ് ഉണ്ട്. 10 ദിവസം നിങ്ങൾക്ക് ടൈമുണ്ട് റീപ്ലേസ്മെൻറ്റിന് അപേക്ഷ കൊടുക്കാനുള്ളത്. അതുപോലെ ഇതിൻ്റെ വാറൻറ്റി ഇവിടെ കൊടുക്കും, 2 years വാറൻറ്റി. അപ്പോൾ പലരും പറയും ഓൺലൈനിൽ നിന്ന് വാങ്ങിയ സാധനത്തിന് വാറൻറ്റി കിട്ടില്ല എന്ന്. അത് അറിയാത്തവർ മാത്രമാണ്, അറിയുന്നവർ ഒരിക്കലും പറയില്ല. കാരണം ഈ വാറൻറ്റി കൊടുക്കുന്നത് ഇതിൻ്റെ ബ്രാൻഡാണ്, കമ്പനിയാണ്. ഒരിക്കലും ആമസോണിൽ നിന്നല്ല വാറൻറ്റി കിട്ടുക. ബ്രാൻഡ് ഇൻസ്റ്റാളേഷൻ അവൈലബിൾ എന്ന് കണ്ടില്ല. ഇതെന്താണെന്ന് വെച്ചാൽ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനാണ് വാങ്ങുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ സർവീസ് പേഴ്സൺ വീട്ടിലേക്ക് വന്നിട്ട് ഇത് ഫിറ്റ് ചെയ്ത് തരും, ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിനെക്കുറിച്ചിട്ട് പറഞ്ഞു തരും. കുറേ ബട്ടൺസ് ഉണ്ടാവുമല്ലോ, ഫുള്ളി ഓട്ടോമാറ്റിക് ആകുമ്പോൾ കുറേ പ്രോഗ്രാം മോഡുകൾ ഉണ്ടാവും അതിൽ. ഇത്രയും മോഡുകളൊക്കെ ഇതിനുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമുക്കൊരു ക്ലാസ് എടുത്തു തരും, അതെല്ലാം ഫ്രീ ആണ്. ഓക്കെ, ഫ്രീ ആയിട്ട് ആൾ വീട്ടിലേക്ക് വരും. ഓക്കെ, ഈ ഷൂ ആണ് നമ്മൾ വാങ്ങുന്നതെന്ന് വെച്ചാൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ആമസോൺസ് ചോയ്സ്. റീഫണ്ടും കിട്ടും, റീഫണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ടാവും. 10 days റിട്ടേൺ ആൻഡ് എക്സ്ചേഞ്ച്. ഒന്നുകിൽ നമുക്കിത് എക്സ്ചേഞ്ച് അടിക്കുക. എക്സ്ചേഞ്ച് പറഞ്ഞാൽ നമ്മുടെ സൈസ് മാറിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇതിപ്പം 7 ആണ് ഇഞ്ച്, ഇത് നിങ്ങൾ 8 വാങ്ങി, അറിയാതെ 8 വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എക്സ്ചേഞ്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർ മാറ്റിത്തരും. ഓക്കെ, അതുപോലെ 10 days റിട്ടേൺ ഉണ്ട്. റിട്ടേൺ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ക്യാഷ് റീഫണ്ട് തന്നെ ആവും, റീപ്ലേസ്മെൻ്റ് അല്ല, റിട്ടേൺ ആണ്. ഓക്കെ, അതുപോലെ 90 day വാറൻറ്റി ഉണ്ട് കേട്ടോ ഇതിന്. അത് നമ്മൾ ഇവിടെ സ്ക്രോൾ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു വിടാൻ പറ്റും. പക്ഷേ ഞാൻ നേരത്തെ കാണിച്ചെന്ന വാഷിംഗ് മെഷീൻ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചയക്കാൻ പറ്റില്ല, റീപ്ലേസ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആദ്യം നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം വാങ്ങുക.
അപ്പോൾ ഈ ഒരു ഷൂ നിങ്ങൾക്ക് ഇവിടെയാണ് അതിൻ്റെ ഓപ്ഷൻസ് കിടക്കുക. ഇത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇവിടെ റീപ്ലേസ്മെൻറ്റ്, റിട്ടേൺ, എക്സ്ചേഞ്ച് എന്നൊക്കെ കാണിക്കുന്നുണ്ടോ നോക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് റിട്ടേൺ. റിട്ടേൺ ആകുമ്പോൾ ധൈര്യമായിട്ട് നമുക്ക് വാങ്ങാം, ഇഷ്ടമായിട്ടില്ലെങ്കിൽ തിരിച്ചയക്കാൻ പറ്റും. ഇനി നമുക്ക് ഫ്ലിപ്കാർട്ടിൽ കയറിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഫ്ലിപ്കാർട്ടിൻ്റെ ആപ്പ്. ഇനി നമുക്കൊരു ഡ്രസ്സൊക്കെ അല്ലെങ്കിൽ ഷൂസ് നോക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ ഷൂസ് സെർച്ച് ചെയ്തു. 399 രൂപേൻ്റെ ഈ ഒരു ഷൂ തിരഞ്ഞെടുത്തു. ഇതിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് എഫ് അഷ്വേർഡ്. ഈ എഫ് അഷ്വേർഡ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. പ്ലസ് എഴുതിയിട്ട് എഫ് അഷ്വേർഡ് എന്നുണ്ടാവും. ഈ എഫ് അഷ്വേർഡ് എന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് നമുക്ക് ഗ്യാരണ്ടി തരികയാണ്, അതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 10 days റിട്ടേൺ പോളിസി. ഇത് നമുക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, റിട്ടേൺ അടിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാഷ് റീഫണ്ട് ആവും. എന്ത് ചെയ്യുക, നിങ്ങൾക്ക് റിട്ടേൺ കൊടുക്കാം. റിട്ടേൺ കൊടുക്കുമ്പോൾ 2 ഓപ്ഷൻ ഉണ്ടാവും. ഒന്ന് റീഫണ്ട് ഉണ്ടാവും. റീഫണ്ട് ആകുമ്പോൾ നമുക്ക് ക്യാഷ് തിരിച്ചിട്ടും സാധനം തിരിച്ചു പോകും. പിന്നെ റീപ്ലേസ്മെൻറ്റ് ഉണ്ടാവും. അത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുത്താൽ മതി. എങ്കിൽ ഈ സാധനം പോയിട്ട് ഇതേ സെയിം സാധനം തന്നെ മറ്റൊന്ന് വരും, നല്ലത്. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഈ എഫ് അഷ്വേർഡ് ലോഗോ. ആമസോൺ ആണെങ്കിൽ ഫുൾഫിൽഡ് അല്ലെങ്കിൽ ആമസോൺസ് ചോയ്സ് എന്നുണ്ടാവും. പിന്നെ വാറൻറ്റി താഴെ കൊടുത്തിട്ടുണ്ടാവും. വാറൻറ്റി ഉള്ള പ്രൊഡക്റ്റിനാണെങ്കിൽ ഇവിടെ കൊടുക്കും വാറൻറ്റിൻ്റെ കാര്യം. പിന്നെ ഈ റിട്ടേൺ ആൻഡ് റീപ്ലേസ്മെൻറ്റ് പോളിസി. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആമസോണിൽ നിന്നായാലും ഫ്ലിപ്കാർട്ടിൽ നിന്നായാലും സാധനങ്ങൾ വാങ്ങാൻ പറ്റും. ഇനി മറ്റൊരു പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തരാണ്. ഇയർബഡാണിത്. ഓക്കെ, ഈ മിവി എന്ന കമ്പനിയുടെ ഇയർബഡിന് 999 രൂപയാണ്. ഇത് ഇവിടെ കൊടുത്തിട്ടുണ്ട് എഫ് അഷ്വേർഡ്. ഇത് ഫ്ലിപ്കാർട്ട് നമുക്ക് ഉറപ്പ് തരുന്നുണ്ട്, അവരുടെ സ്വന്തം പ്രൊഡക്റ്റാണ്. പിന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ഇതിൻ്റെ റീപ്ലേസ്മെൻ്റ് ആണോ അവൈലബിൾ എന്നുള്ളത്. കണ്ടോ, 7 days റീപ്ലേസ്മെൻറ്റ്. ഇതിന് റിട്ടേൺ ഇല്ല, റിട്ടേൺ റീഫണ്ട് ഇല്ല. നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വന്നപ്പം ഇതിനെന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ, കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ്മെൻറ്റിൽ ചെയ്യാൻ പറ്റും. അതായത് സാധനം മാറ്റി വരും. നിങ്ങൾക്ക് ഒരിക്കലും ഇത് റീഫണ്ട് ആക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അതേപോലെ ഇവിടെ കണ്ടല്ലോ പ്ലസ് എഫ് അഷ്വേർഡ് എന്നുള്ളത്. ഇതും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഞാൻ പറഞ്ഞു, ഇത് ഇല്ലാത്ത പ്രൊഡക്റ്റ് ഫ്ലിപ്കാർട്ടായിട്ടൊരു ബന്ധമില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അത്തരം പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയിട്ട് ഫ്ലിപ്കാർട്ടിൻ്റെ കസ്റ്റമർ കെയറായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ തന്നെ നമ്മളെ കൈ ഒഴിയും. അതുപോലെ ഇവിടെ 1 year വാറൻറ്റി ഉണ്ട് കണ്ടോ ഈ പ്രൊഡക്റ്റിന്. അതിവിടെ കൊടുക്കും 1 year വാറൻറ്റി. മിവി ബ്രാൻഡ് വാറൻറ്റിയാണ്. അപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബ്രാൻഡുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരതിനുള്ള സൊല്യൂഷൻ തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ നിർദ്ദേശങ്ങളോ പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. അതുപോലെ ഞാൻ എൻ്റെ വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ആമസോണിനെ കുറിച്ചിട്ടായാലും ഫ്ലിപ്കാർട്ടിനെ കുറിച്ചിട്ടായാലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ. കാരണം ഇത് രണ്ടിനെ കുറിച്ച് അത്യാവശ്യം നല്ലോണം പഠിച്ച ഒരാളാണ് ഞാൻ. ആമസോണിൽ ഞാൻ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പോൾ നിലവിൽ. ഇതിന് മുൻപ് ആമസോൺ ഈസി സ്റ്റോർ നടത്തിയിരുന്നു. അപ്പോൾ ആമസോണിൽ എനിക്ക് കൂടുതൽ വിവരങ്ങളുണ്ട്, ഫ്ലിപ്കാർട്ടിലും അത്യാവശ്യം വിവരങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാവുന്നതാണ്.